ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പഴയ കാല ഒരു വണ്ടിയാണ്. ഒരു 96 മോഡലാണ്. ബാക്കിലായിട്ട് ഇന്നോവ അല്ല കേട്ടോ, ഇപ്പുറത്ത് വേറെ വണ്ടിയുണ്ട്. ഇന്നോവൻ്റെ ഒക്കെ മുൻഗാമി എന്ന് പറയാം. കാരണം ഇന്നോവ ഒക്കെ വന്നതിന് മുന്നേ ഇവിടെ ഭരിച്ചിട്ടില്ല, പുറം രാജ്യങ്ങളിലൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഭരിച്ചിട്ടുള്ളതും ഒരു വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മറ്റേതുമല്ല, ടൊയോട്ടയുടെ വാഹനമാണ്. ആസ് യൂഷ്വൽ നമ്മളെ ചാനലിലെ ഒരു പ്രത്യേകതയാണ് എന്നുവെച്ചാൽ ടൊയോട്ടയുടെ പല റയർ കാർസും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 1996 മോഡൽ ടൊയോട്ട ലുസിഡയാണ്. ഈ എസ്റ്റിമ അതേമാതിരി ലുസിഡ എന്നൊക്കെ ഞാൻ മുന്നേ പ്രിവ്യ എടുത്ത സമയത്ത് ഓൾറെഡി നമ്മൾ ടൊയോട്ടയുടെ പ്രിവ്യ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്റ്റിമാറിൻ്റെ മോഡലും അതേമാതിരി ലുസിഡാറിൻ്റെ മോഡലൊക്കെ ഓൾറെഡി ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഞാൻ. കോമ്പറ്റീറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സക്സസർ മോഡലായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോഡൽ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റേതുമല്ല, നമ്മൾ ബാക്കിൽ എടുക്കേണ്ട ഈ ഒരു വാഹനം. ഇതിങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ കുറേ ഫീച്ചേഴ്സും കാരണം വരുന്ന വണ്ടിയാണ്, പക്ഷേ ഇതിപ്പോൾ ആർക്കും വേണ്ടാതെ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ആർക്കും വേണ്ടാതെ എന്നല്ല, ഇതിന് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞറിയാം എന്തൊക്കെ കാര്യങ്ങളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വാഹനം വീഡിയോ എടുക്കുന്നത്. കാരണം ഇത് റണ്ണിങ് കണ്ടീഷൻ അല്ല വണ്ടി. ഇതിങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിക്കണേ, പക്ഷേ സ്റ്റാർട്ടാവും, പക്ഷേ റൺ ചെയ്യില്ല വണ്ടി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി വീഡിയോ എടുക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ നല്ല വണ്ടികളെല്ലാം എടുക്കുള്ളൂ, അങ്ങനെയല്ല, നമ്മൾ ഓടുന്ന വണ്ടിയിൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് റിവ്യൂ എടുക്കണം. പക്ഷേ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ എന്തൊക്കെ കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞങ്ങൾ കണ്ടാൽ നെട്ടും, അങ്ങനത്തെ അവസ്ഥയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്താണ് ഇങ്ങനെ ഇതാക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് 96 മോഡൽ ടൊയോട്ട ലുസിഡ എന്ന് പറഞ്ഞ വാഹനമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു വാൻ സെഗ്മെൻറ്റ് വരുന്ന വാഹനമാണ്. നമ്മളെ ഓൾറെഡി ഇതിൻ്റെ ഒരു അനദർ വേർഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂജൻ വണ്ടിയായിട്ടുള്ള അന്ന് പ്രിവ്യ പറഞ്ഞ ഒരു മോഡലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എസ്റ്റിമ ലുസിഡ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ലുസിഡാണ് വരുന്നത്. ഇതിൻ്റെ വേറെ മോഡൽ എസ്റ്റിമ ആയിട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ മോഡൽ കുറേ പേരിൽ ഈ വാഹനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പഴയ മോഡൽ നമുക്ക് ടൗണൈസ് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം ലാസ്റ്റ് വന്ന മോഡലാണ്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് നമുക്ക് ഹയാസ് എന്ന് പറഞ്ഞ മോഡൽ. അതും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടൊയോട്ടയുടെ വാൻ സെഗ്മെൻറ്റ് പരിചയപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു മലയാളം ചാനൽ ഉണ്ടോയെന്ന് സംശയം തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ തന്നെയാണ് കുറേ വണ്ടി ആ കാര്യത്തിൽ ഭയങ്കര അവകാശപ്പെടുത്താൻ പറ്റും കേട്ടോ. നമ്മൾ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി, ഇഷ്ടം പോലെ ഇതേമാതിരത്തെ വണ്ടികൾ കാണാൻ പറ്റും. അതൊക്കെ റണ്ണിങ് കണ്ടീഷനായിരുന്നു, പക്ഷേ ഈ വണ്ടി നമുക്ക് റണ്ണിങ് കണ്ടീഷനല്ല കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതും വേണമല്ലോ പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ ആടെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനാണ്. എന്നുവെച്ചാൽ പ്രിവ്യക്കായാലും ഈ ഒരു എസ്റ്റിമക്കായാലും ലുസിഡക്കായാലും ഇങ്ങനത്തെ ഈ ടൈപ്പ് വണ്ടികൾക്കൊക്കെ വന്നിരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഡിസൈന് ഭയങ്കര ഒരു കണ്ടാൽ നമുക്ക് ചിരി വരുന്ന രീതിയിലുള്ള ഡിസൈനാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 96 ഇത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. കാരണം കുറേ ലക്ഷറി ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതേമാതിരി അന്നത്തെ കാലത്ത് തന്നെ ഈ 96 മോഡൽ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് 2 സൺറൂഫ് വരുന്നുണ്ട്. ഒരു പനോരമിക് സൺറൂഫും അതേമാതിരി ഡ്രൈവറിൻ്റെ സൈഡിൽ മേലുള്ള ഒരു സ്പ്ലിറ്റ് സൺറൂഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 സൺറൂഫ് അന്നത്തെ കാലത്ത് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത് മേലെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇൻറ്റീരിയർ പോകുമ്പോൾ കാണിച്ചു തരാം സംഭവം. പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കണക്ടറൊക്കെ എടുക്കേണ്ട ഒറ്റ പീസ് വരെയൊക്കെ എടുക്കുന്നത്. പക്ഷെ അത് ഒറ്റ പീസല്ല, 2 പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലും പ്രത്യേകത ഉണ്ട്. നോർമലി നമ്മൾ ഹെഡ്ലൈറ്റും ഈ ഫ്രണ്ടത്തെ ഗ്രില്ലും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരാറ്. പക്ഷേ ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ സെക്കൻഡ് ഹെഡ്ലൈറ്റും ഗ്രില്ലും കൂടി ഒറ്റ പീസാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ വണ്ടി എടുത്ത് പരിചയത്തിൽ പറയുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ സംഭവം കാണുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇതൊരു പ്രത്യേക ഒരു ഡിസൈൻ തന്നെയല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടിയിൽ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഈ ഒരു സംഭവം. കാരണം വെച്ചാൽ ഹെഡ്ലൈറ്റും ഗ്രില്ലും കൂടി ഒറ്റ പീസായിട്ട് വരുന്ന സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നല്ല ഇഷ്ടമായി ആ ഒരു ഡിസൈൻ. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പോലെ എന്താ ലാൻസറിൻ്റെ ഒക്കെ മാതിരി ഒറ്റ പീസായിട്ടുള്ള ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ വൈപ്പർ വാഷറാണ് കേട്ടോ ഈ ഒരു സംഭവം വരുന്നത്. ഇത് പൊട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സംഭവം കാണാൻ പറ്റും. വൈപ്പറിൻ്റെ അല്ല, സോറി, ഹെഡ്ലൈറ്റിൻ്റെ വാഷർ നമുക്ക് സംഭവം അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ട് എഞ്ചിനാണ്, എഞ്ചിൻ ഇതിനുള്ളിൽ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എടുക്കുന്ന വണ്ടി അത് നമുക്ക് എല്ലാം ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം പാമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് വരും, ഒരു വരവ് വരും. പിന്നെ ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ഫീൽ തന്നെയാണ്. കാരണം വെച്ചാൽ 96 മോഡലല്ലേ. പിന്നെ പ്രിവ്യക്കായാലും ഈ ഒരു ലുസിഡക്കായാലൊക്കെ ഉള്ള പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങേണ്ട രീതിയിലാണ് ഇതിനൊരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു എയർ പാസേജ് അല്ലെങ്കിൽ എയറോഡൈനാമിക് പാസേജ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഫ്രണ്ടത്തെ ഈ ബോണറ്റ് മുതൽ ആ റൂഫ് വരെ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ശരിക്കും കാണണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കാണണം. ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം ഇതിൻ്റെ വിഷ്വൽ.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അപ്പം പണ്ട് ഫ്രണ്ട് നമുക്ക് ചെരിഞ്ഞ ഫീലാണ് വരുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കും ഇതേമാതിരി ചെരിഞ്ഞ് വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അവർ കണക്റ്റഡായിട്ട് വന്നിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് കാണാൻ പറ്റും. നമുക്ക് തോന്നുന്നു നമ്മൾ പ്രിവ്യൂക്കും ഇതേമാതിരത്തെ ഒരു ടൈൽ ലാമ്പ് ആയിരുന്നു വന്നിട്ടുണ്ട്, കണക്റ്റഡ് ആണ്. അത് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾക്കൊക്കെ ഇവർ ടൊയോട്ടോ അങ്ങനെ ആയിരുന്നു കൊടുത്തിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഇതിൽ നോക്കാം, നമുക്ക് ഇവിടെ എസ്റ്റിമ എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലുസിഡ എന്നാണ് ഈ വണ്ടിയുടെ ശരിക്കും പേര് വരുന്നത്. പിന്നെ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ആണ് പറ്റും, റിയർ വൈപ്പർ, അതേമാതിരി ഡീഫോക്കിംഗ് സിസ്റ്റം, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, സ്പോയിലർ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ വണ്ടി സ്റ്റോക്കിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. വണ്ടിയിൽ എവിടെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ പൊടിഞ്ഞ അടുവിലേക്കറല്ലേ. ഓക്കെ, ഓപ്പൺ ചെയ്ത് തരുമ്പോൾ നല്ല സ്പേസ് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എത്ര ലിറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറിയില്ല അത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിക്കി പോർഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു വണ്ടീൻ്റെ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇത് ഞാൻ ഇൻറ്റീരിയർ പോയിട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ ആരും നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർ സൈഡിൽ പോവാം. പിന്നെ ആ സൈഡ് കേട്ടോ കാണിച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രം നമുക്ക് പാസഞ്ചേഴ്സിന് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ ഡോർ ഫിക്സഡ് ആണ്, ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡോർ ഹാൻഡിലൊക്കെ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പാണ് വന്നിരുന്നത്. ഫുൾ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആരും ഇല്ലല്ലോ ഉള്ളിൽ. അപ്പോൾ അന്നത്തെ ലക്ഷറി ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു മാറ്റത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ്ങിലാണ് നമുക്ക് ഇവർ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവരുടെ റക്സിനൊക്കെ വന്നിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മിററിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. ഈ 2 മിറർ നമുക്ക് ഇലക്ട്രിക് മിററാണ് വന്നിട്ടുള്ളത്. സൈഡ് മിറേഴ്സൊക്കെ ഇലക്ട്രിക് ആണ്. അന്ന കാലം നോക്കണം കേട്ടോ, 96 ആണ്, 96 മോഡലാണ്. ആദ്യം അതിൻ്റെ ഫ്രണ്ടിലെ 2 വിൻഡോസ് നമുക്ക് പവർ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അത് വിൻഡോ മൂൺ റൂഫ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അന്നത്തെ കാലത്തിന് വന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഈ ഒരു വിൻഡോ നമുക്ക് ഓട്ടോ വിൻഡോ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ 1 ടച്ചിൽ അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ കാലം അത് വേറെ കാര്യം. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു സൈഡിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വേറെ ഏതൊക്കെ ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടല്ലോ, ലോറിക്കൊക്കെയാണ് ഈ ഒരു സൈഡിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി ഇത് ഈ സൈഡിലാണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തോന്നുന്നു റെക്സി മാറ്റിയതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റ് വരുന്നത്. അത് ശരിക്കും കാണുന്നില്ല, ഇനി വേറെ എവിടെ കാണുകയാണെന്ന് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ റെക്സിന് അടിച്ചാവും. പിന്നെ സീറ്റൊന്നും പ്രോപ്പർ ഫിറ്റിംഗ് അല്ല, ഇങ്ങനെ കഴിക്കുന്ന വണ്ടിയല്ലേ. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു മൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അവിടെ നമുക്ക് എയർ ബാഗ് ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഇതൊരു രസമല്ലേ സംഭവം. സ്റ്റിയറിംഗിൽ ഒരു 3 സ്പോക്കായിട്ട് വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറമേ കാണുന്ന ഷേപ്പ് പോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും ഒരു ഇങ്ങനെ ഒരു റൗണ്ട് ഫീലിൽ അല്ലെങ്കിൽ ഇങ്ങനെ കർവായിട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ടൊയോട്ടോ ഇതിന് ഇൻറ്റീരിയറിലും കൊടുത്തിട്ടുള്ളത്. ഞാൻ പ്രിവ്യൂക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. പക്ഷേ ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലും വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഫ്യൂവലിൻ്റെ ഗേജ് വന്നിട്ടുണ്ട്. അതേമാതിരി ഇപ്പുറത്ത് സ്പീഡോമീറ്റർ, RPM മീറ്റർ, എൻജിൻ ടെമ്പറേച്ചർ കാലൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേമാതിരി ഈ സോണാർ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഹയാസ് റിവ്യൂ എടുത്ത അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഒരു സോണാർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് സെൻസറാണ്. കാരണം വെച്ചാൽ സോണാർ എന്ന് പറയില്ല എസ്. അപ്പോൾ അതിൽ നമുക്ക് 4 സൈഡിലും സെൻസർ വരുന്നത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് എവിടെയൊക്കെ അടിച്ചുകൊണ്ടേയിരുന്നോളും. അതേപോലെ തന്നെ ഇവിടെ കയറ്റുകയാണെങ്കിൽ ഇവിടെ ഇതിന് ഇഗ്നീഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ AC വെൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ AC വെൻസ് സംബന്ധിച്ചാൽ ഈ AC വെൻസ് ഇതിക്ക് പാസ് ചെയ്തിട്ടാണ് ഇതിൽ കൂടി AC വെൻ്റായിട്ട് വരുന്ന ഒരു സംഭവം. അതേപോലെ തന്നെ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബൂട്ടൊക്കെ ഇലക്ട്രിക് ബൂട്ട് വന്നിരുന്നത് കണ്ടാ. ഇത് ബട്ടനാണ് കാണാൻ പറ്റുന്നത്. ഇത് പ്രസ് ചെയ്താൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അന്ത കാലട്ടോ അത് സംഭവം സെറ്റാണ്. അതിൻ്റെ ഒരു റീപ്പറിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് വരികയാണെങ്കിൽ ഇതിലൊക്കെ കുറേ ജപ്പാൻ കാണാം കേട്ടോ. ജപ്പാൻ ഭാഷ കാണാൻ പറ്റും. അപ്പോൾ ജപ്പാനാണ് ഇവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ ആ സോണാർ എന്നുള്ള അതിൻ്റെ സെൻസറിൻ്റെ സംഭവം കാണാൻ പറ്റും. അതേമാതിരി ഇതിൻ്റെ AC കൺട്രോളാണ് ഇവിടെ വന്നിട്ടുള്ളത്. റിയറിലെ AC ഫ്രണ്ടിലെ AC ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓട്ടോ AC വന്നിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളായിട്ടുള്ള AC ആണ് അന്നത്തെ കാലത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. അതിപ്പോൾ ഇതിന് തീരുമാനമായിക്കണേ തോന്നുന്നു. പിന്നെ 5 സ്പീഡ് മാനുവലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം. അതേപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു അൽക്കുലത്തായിട്ട് കെടുക്കുകയാണ്. ഡാഷ്ബോർഡ് അതിൽ നല്ല കോമഡിയാണ്. ഇങ്ങനെ വന്നിട്ടുള്ള സ്ലീക്കായിട്ടുള്ള ഒരു സ്പേസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോക്ക് വന്നിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഡ്രൈവറിൻ്റെ സൈഡിൽ നമുക്ക് ഒരു സൺറൂഫ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ കൈ കൊണ്ട് പ്രിൻ്റ് ചെയ്യല്ലോ,
ഉണ്ടാ ഇങ്ങനെ ഇതിന് സൺറൂഫ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ചില പറ്റാൻ ചാൻസ് ഇല്ല, കാരണം ചില ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ അല്ല. അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്ത സംഭവം കിട്ടുകയാണ്. പിന്നെ ഇതൊക്കെ മാനുവൽ ഡിമ്മിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമുക്ക് ഫ്രണ്ട് സൈഡ് പറയാനില്ല. ഞാൻ ബാക്ക് കയറിയിട്ട് ഞാൻ ബാക്ക് വിഷയം കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇത് മിറൊക്കെ അന്നത്തെ കാലം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. ഈ ഡോർ ഞാൻ അതിനെ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്, കാരണം വെച്ചാൽ ഇത് ലോക്ക് ഒരു ചെറിയ ഇതിൻ്റെ ലോക്ക് പ്രശ്നം വരുന്നുണ്ട്. അതേമാതിരി കയറി നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാലൊക്കെ അന്നത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 സീറ്റും നമുക്ക് 360 കറക്കാൻ പറ്റും, കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബാക്കിലായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ സൈഡിലായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലെവിടെ ഇവിടെ സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ പുള്ള് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി ഞാൻ പറഞ്ഞു ഇതിൽ റിയറിൽ നമുക്ക് സൺറൂഫ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ സെൻട്രലൈസ്ഡ് AC അതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഈ കർട്ടൻ ഈ ഒരു ഗ്ലാസ്സിലായാലും ഈ ഗ്ലാസ്സിലും ബാക്കത്തെ ഗ്ലാസ്സിലും ഇതൊക്കെ പവർ കർട്ടനാണ് വന്നിട്ടുള്ളത്. നമ്മൾ സ്വിച്ച് ഇട്ടാൽ കർട്ടൻ വീഴുന്നതും അല്ലെങ്കിൽ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അന്നത്തെ കാലം കൊടുത്തിട്ടുണ്ട് ഈ ഇതിൽ. അതിന് സ്വിച്ച് എവിടെയൊന്നും നമുക്ക് ഇപ്പോൾ കാണുന്നില്ല. അതാണ് എൻ്റെ ഒരു ഇത്, ഇവിടെ എവിടെയും കാണുന്നില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയോ സ്വിച്ചും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. AC-യുടെ ഇത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളുള്ള AC കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിയറിലെ AC നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളായിരുന്നു വന്നിരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ സ്വിച്ച് എവിടെയാണ് ഇപ്പോൾ കാണുന്നില്ല. ഇനി ഫ്രണ്ടിലാണോ എന്നറിയില്ല, എന്തായാലും ഇവിടെ കാണുന്നില്ല. സൺറൂഫൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്താ 96 മോഡലാണ് ഇത്രയും ഫീച്ചർ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അന്നൊക്കെ ഇത് എങ്ങനത്തെ വണ്ടി ആയിക്കാരല്ലേ. ഞാൻ വെറുതെ ഒന്ന് ഉള്ളിൽ കയറി തരാം. പാമ്പൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു, ബാബാ സുരേഷ് വരേണ്ടി വരും. ഇവിടെയൊക്കെ കുറച്ച് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ് വന്നിട്ടുള്ളത്. ഒരു ആസ്ട്രോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസും സ്പീക്കർ കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നത്. കർട്ടൻ്റെ പരിപാടികളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കത്തെ ഈ ഒരു സെൻട്രലൈസ്ഡ് AC-ൻ്റെ ബാക്കിലാണ് കേട്ടോ നമുക്ക് ഇത് വന്നിട്ടുള്ളത്. പവർ കർട്ടൈൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ കർട്ടൻസ് ഒക്കെ പവറാണ് വന്നിട്ടുള്ളത്. കാരണം ഇലക്ട്രിക്കലാണ് കൺട്രോൾ വന്നിട്ടുള്ളത് ഈ ബാക്കത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇവിടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കണ്ട സൈഡ് ബാക്ക് ഒക്കെ ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. ഇല്ല ഇവിടെയൊക്കെ എന്തൊക്കെ ഈ ഒരു ഓപ്ഷൻസൊക്കെ അന്ന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഡോർ വാർണിംഗ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറയുള്ളത്, പിന്നെ സ്റ്റോറേജ് സ്പേസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു അൽക്കൊലത്ത് വണ്ടിയിലെ സീൻ ഇതൊക്കെ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ റണ്ണിങ് കണ്ടീഷൻ ആണെങ്കിൽ മക്കളെ കിടുമായിരിക്കും. കാരണം വെച്ചാൽ വാൻ ലൈഫൊക്കെ അടിക്കാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ എൻജിൻ വൈസൊക്കെ വലിയ പ്രശ്നം തോന്നില്ല, കാരണം വെച്ചാൽ ടൊയോട്ട അല്ലേ, എത്രയും ഓടിക്കോളും. വണ്ടി ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി കിടുമായിരിക്കും. പിന്നെ വേറെ സംഭവിച്ചാൽ ഇവർ തന്നെ വേറെയും കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വൈകാതെ നമുക്ക് കൊണ്ടുവരാം. കാരണം വെച്ചാൽ ഈ ഒരു ടീം ഞാനിപ്പോൾ ഇതിൻ്റെ ഓണർ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ മൂപ്പർക്ക് ഒരു വാൻ ലൈഫ് ആ ഒരു ഫീലാണ് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ വണ്ടികൾ എൻ്റെ ഈ ഒരു ലുസിഡ മാത്രമല്ല, ഞാൻ മൂപ്പര് പേജിൽ ടൗണേഴ്സറിൻ്റെ മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരി നമ്മളെ ഈ ലുസിഡ ഇങ്ങനത്തെ മോഡലാണ് നമുക്ക് മൂപ്പരെ പേജിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ആ വണ്ടികളൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതേമാതിരത്തെ റയർ വണ്ടികളാണ്. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മളെ ചാനൽ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ നിന്നാണ് എനിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. കാരണം ഇങ്ങനത്തെ വണ്ടികളൊന്നും ഞാൻ മലയാളത്തിൽ വേറെ ചാനലൊന്നും വേറെ വീഡിയോസ് കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ചെയ്യുന്ന വണ്ടി ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇതുപോലത്തെ റയർ കാറുകളും ആരും കാണാത്ത വാഹനങ്ങളും നമ്മളെ ചാനൽ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വേറെ ചാനലൊന്നും ഈ ഇങ്ങനത്തെ ടൈപ്പ് കൈൻഡ് ഓഫ് വണ്ടികൾ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സെറ്റായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു വണ്ടി, പക്ഷേ ഇത് വേറെ ഫീലാണ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ. ഫീലല്ല, ഒരു സങ്കടമാണ്. പക്ഷേ ഇത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആവാൻ ചാൻസ് ഉണ്ട്. വണ്ടി ഇത് സെയിലായിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സെയിലാണ് വണ്ടി. ഇത് ഇങ്ങനെ എടുത്ത് ആർക്കും വർക്ക് എടുക്കണമെങ്കിൽ സെയിലാക്കിയിട്ടാണ് ഇത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഈ കണ്ടീഷൻ തന്നെ വണ്ടി സെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും വൈകാതെ നമുക്ക് റണ്ണിങ് കണ്ടീഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൂൺ. അപ്പോൾ ഇത്ര കാണുമ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള റയർ കാർസിനൊക്കെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് വിത്ത് മൈ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ കിടലും വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു സ്ഥലം കിടലും വേണ്ടിയിട്ടും വരാം. അതുവരേക്കും ബൈ. അത് സബ്സ്ക്രൈബ് പറയാൻ മറന്നുപോയിട്ടാ, ലൈക്ക് ചെയ്യാൻ വേണ്ടി ചെയ്താലേട്ടാ. അപ്പോൾ മറ്റൊരു സ്ഥലം കിടലും വീഡിയോ വരാം. അതുവരേക്കും ബൈ.